അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കൊരു ഒരു വലിയ മഹാന്റെ ചരിത്രത്തിൽ കണ്ട്, ആ മഹാന്റെ പേരല്ലേ മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു. മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കണ്ട് ഒർക്ക ആ മഹാൻ ഇങ്ങനെ നടന്നുകൊണ്ട് പോകുമ്പോ അതാ അവിടെ ഒരു റോഡ് സൈഡിൽ ഒരു പൊല കാണും. മഹാൻ ഉളു എടുക്കുകയായിട്ട് ആ പൊലകിലിട് ഉളു എടുക്കും. എല്ലാ കാരണം പണ്ടത്തങ്ങെല്ലാരും എപ്പം ഉളു ഇക്കടെ മനുഷ്യന്മാരായി എപ്പം നോക്കിയ ഉളു. ഇപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിൽ എത്ര ആൾമാർക്ക് ഉളു ഉണ്ട്? അല്ലാഹു കൈവൈത്തണ്ട. പക്ഷെ പണ്ടത്തങ്ങ അങ്ങനല്ല. മഹാന്മാർ പണ്ടത്തെ ഹിറിയങ്ങ പണ്ടത്തെ മഹാന്മാരെല്ലാരും നിസ്കരിക്കുക ഇക്കട്ടില്ലാണ്ടിക്കട്ടെ, ഖുർആൻ ഓതുക ഇക്കട്ടില്ലാണ്ടിക്കട്ടെ, മുസഹഫ് തൊടുക ഇക്കട്ടില്ലാണ്ടിക്കട്ടെ, എപ്പോഴും ഉളു ഇടക്ക് മുറിഞ്ഞിത്ത മൂത്രവീറ്റി വന്നാറാ പിന്നത്തെ ഒരു ബാങ്ക് കേൾക്കൊണ്ടില്ല ഉളു എടുക്കും. പിന്നെ എന്താക്കി അപ്പമേ മൂത്രവീറ്റി വരുമ്പോ ഉളു എടുത്തു. കാരണം ദായിമുൽ ഉളു എപ്പാ നോക്കിയെങ്കിലും ഉളൂലേ ഇക്കിടാ. ജാവ് ഉറങ്ങുമ്പോ കേക്കണ്ട, ഉറങ്ങുമ്പോ ഉളു ഇല്ലാണ്ട് ഉറങ്ങയുടെ സ്വഭാവമേ എനിക്കില്ല. ഉറങ്ങണമെങ്കിൽ ഉളു എടുത്തിട്ടേ ഉറങ്ങണം. എത്ര ആൾ കൊണ്ടു നമുക്ക് ഉളു എടുക്കുന്ന സ്വഭാവം? കക്കൂസുമായിട്ട് മൂത്രം എത്തിയിട്ട് അതേ കാലിൽ വന്ന കാല് പോലും കൽകും ഉദാസന കാട്ടർ എത്ര ആൾ കാല് പോലും കൽകട്ടെ ടോയ്ലറ്റ് പോയി മൂത്രം എത്തിട്ട് വന്നിട്ട് കൊറിയ ബാലക്കാരന അതേപോലെ കാലിൽ വന്നിട്ട് കിടക്കുക. പിന്നെ ഒക്കെ റഹ്മത്ത് മലക്കുക വേണ്ടേ? പണ്ടത്തങ്ങനല്ല അങ്ങനെ. എപ്പോ നോക്കിയ എന്റെ വാദ കേക്കട ഉമ്മമാരോട്ട് നാ ചൊല്ലേ നിങ്ങൾ എപ്പോലും നിങ്ങൾ ഔത്തുള്ള നിങ്ങൾ ചോറ് കറി ആക്കുമ്പോട്ട് നിസ്കരിക്കുമ്പോ ഉദു വേണോട്ട് മാത്ര എല്ലാ ടൈമിലും ഉദു വേണം. ചോറ് കറി ആക്കിക്കൊണ്ടിരിക്കുമ്പോ ഉദു വേണം. എപ്പം ഔത്തുള്ള ഉദു ദായിമുൽ ഉദു, നിത്യമായിട്ട് ഉദു ഉള്ള പെണ്ണ്, നിത്യമായിട്ട് ഉദു ഉള്ള ആണ്. എന്റെ കാരണം ഒന്നുണ്ടാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടു ഒരു മനുഷ്യ എപ്പോഴും ഉളൂള്ള മനുഷ്യാണ്ടായെങ്കിൽ അവനൊർന്നാല് മരിക്കുമ്പോ ഉളൂയിലെ മർച്ചാണ്ട് കണ്ടെങ്കില് അവനക്ക് ഷഹീദറ കൂലി ഉണ്ടു. എപ്പോഴും ഉളൂള്ള മനുഷ്യ ഒർന്നാല് മരിക്കുമ്പോഴും ഉളൂവോടുകൂടെ മറിച്ച അങ്ങനെ ഉളൂവോടുകൂടെ മരിക്കട മനുഷ്യണ്ടായെങ്കിൽ അവനക്ക് ഷഹീദറ കൂലി ഉണ്ട്. അതുകൊണ്ടല്ലേ മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു ചരിത്ര ഗമന വെച്ചിട്ട് കേക്കൊരു മഹാൻ ഇങ്ങനെ നടന്നോട്ട് പോണ്ടു. ആ നടന്നോട്ട് പോണ്ട ടൈമുലു അതാ ഒത്തുരു അതാ ഒരു കൊലകാണ്ട് ആ പൊലക ഇലിഞ്ഞിട്ട് മഹാന് ഉളുവെടുക്കിടേ. നിസ്കരിക്കുക നിങ്ങ പള്ളിക്ക് ഭണ്ടാറ് ആണിങ്ങ എല്ലാരും നിസ്കരിക്കുക പള്ളിക്ക് ഭണ്ടാറ് ഭണ്ടാറയില്ലേ? ആണിങ്ങ നിസ്കരിക്കുക പള്ളിക്ക് ഭണ്ടാറയില്ലേ? ഭണ്ടാറയില്ലേ? ആറ് ഭണ്ടാറ് ഭണ്ടാരി ഭണ്ടാറല്ല ഭരണു പള്ളിക്ക് ആണിങ്ങ പള്ളിക വന്നിട്ട് നിസ്കരിക്കണു. പാലക്കാര എന്തെല്ലാ നിന്റെ തടി ഒന്ന് പൊന്തുല്ല സുബഹിക്ക്, ബാക്കി എല്ലാത്തും നിന്റെ തടിയുടെ നീ എത്തുപാട്ടില്ലലാ കേക്കട്ട. സുബഹി ബാങ്ക് പള്ളിയുടെ കേക്കുമ്പോ എന്തെല്ലാ നിന്റെ ഈ തടിയുടെ ഒന്ന് ഒഴിച്ചിട്ട് നിക്കെന്തേ പള്ളിക വന്നിട്ട് നിസ്കരിക്കുകാവാത്തേ? റബീ റളിയല്ലാഹു അൻഹു ഒരു വലിയ മഹാനുണ്ട്. ആ മഹാന്റെ ചരിത്രത്തിൽ കണ്ട് മഹാനുക്ക് അതാ ഒരു സൈഡ് കൊഴിഞ്ഞു പോയിട്ട് ഒരു ഭാഗ ബലയില്ലാണ്ടായി പോയിട്ട് ആ ടൈമിലായിട്ടിക്കടെ പള്ളിയുടെ ബാങ്ക് കേക്കടേ. പള്ളിയുടെ ബാങ്ക് കേട്ടോണ്ടുണ്ട് റബീ റളിയല്ലാഹു അൻഹു മഹാന്റെ ഒരു സൈഡ് അതാ ബല നഷ്ടപ്പെട്ടു പോയിട്. പക്ഷേ പള്ളിയുടെ ബാങ്ക് കൊടുക്കുമ്പോ റബീ റളിയല്ലാഹു അൻഹു ഒത്തുലുള്ള കലണ്ട കേക്കിട് നന്റെ ഒന്ന് എൻചിതൈ പാട്രാറാ, നന്റെ ഒന്ന് എൻചിതൈ പാട്രാറാ, നന്റെ ഒന്ന് പള്ളിക കുട്ടിയോ പോണ്ടാറാ.
പാലക്കാരാ അങ്ങ എത്ര ദൂരമുള്ളാറ് ഇന്നും ഞങ്ങ അങ്ങനെ മുട്ട പോലും എത്തിട്ടില്ലല്ല ഞങ്ങ എത്ര പിറവുള്ള അങ്ങ എത്ര എതിർലുള്ളാറ് ഒരു ഭാഗ തളർന്നു പോയ റബീ റളിയല്ലാഹു അൻഹു ഒട്ടിക ഉള്ളങ്ങളട്ട നണ്ട ഒന്നു ഒയ്ത്തിടൈ പാട്ടാറാ നണ്ട അതാ ആ കേക്കട ബാങ്ക് കേക്കട പള്ളിക നണ്ട ഒന്ന് കുട്ടിയോം പോണ്ടാറാ നക്കൊന്നു പള്ളിക പോയിട്ട് ജമാഅത്തായിട്ട് നിസ്കരിക്കണു റബീ റളിയല്ലാഹു അൻഹുടെ ഈ പൽക കേൾക്കുമ്പോ ഒട്ടിക ഉള്ള ആൽമാര് കേക്കടാറ് അല്ല റബീ തങ്ങളെ നിങ്ങൾക്ക് പള്ളിക്ക് പോണോണ്ടില്ലല്ലേ കാരണം നിങ്ങൾ തീരാത്ത മനുഷ്യല്ലേ നിങ്ങളുടെ ഒരു ഭാഗമേ തളർന്നു പോയിടല്ലേ തീരാത്ത മനുഷ്യക്ക് പള്ളിക്ക് പോണോണ്ടില്ലല്ലേ ഔത്തുലു നിസ്കരിക്കല്ലേ അപ്പ റബീ റളിയല്ലാഹു അൻഹു ചൊല്ലുന്ന പൽക്കെന്തര ഒന്നുണ്ടാ നക്ക് നന്റെ മനസ്സ് കേക്കില്ല നന്റെ മനസ്സ് കേക്കില്ല പള്ളിയുടെ ബാങ്ക് കേൾക്കുമ്പോ പള്ളിക്ക് പോയിട്ട് നിസ്കരിക്കാണ്ടിക്കൂ നക്ക് ഗൊന്തില്ല എന്തുമല്ല നക്ക് കാരണം ഉണ്ടോട്ടോ ഗൊന്തുണ്ടു നന്റെ ഒരു ഭാഗം തളർന്നു പോയിടല്ലേ അതുകൊണ്ട് എന്തേ നീ പള്ളിക്ക് വന്നിട്ട് നിസ്കരിച്ചിട്ടില്ല അതൊന്നിട്ടു അല്ലാഹു തആല നന്റെയിൽ കേക്കില്ല നക്ക് ഗൊന്തുണ്ടു പക്ഷേ നക്ക് മനസ്സ് കേക്കില്ല അല്ലാഹുടെ ഭവനമായ പള്ളിയുടെ മിനാരത്തെ പർത്തുക ഹയ്യ അലസ്വലാ നിസ്കാരത്തുക ബറൂട്ട് വിളിക്കുമ്പോ ആ പള്ളിയുടെ ബാങ്ക് കേട്ട പള്ളിക്ക് പോയിട്ട് നിസ്കരിക്കാണ്ടിക്കോ നന്റെ മനസ്സ് കേക്കില്ല മനസ്സ് കേക്കില്ല നോക്കൂ നിങ്ങൾ ആ ഒരു ഉത്തരവുണ്ടല്ലേ നോക്ക ഇണ്ടത്തെ പാലക്കാരുടെ കയ്യിൽ അങ്ങനത്തെ ഒരു ഉത്തരവുണ്ട് പണ്ടത്തെ ഏരിയകളിൽ അങ്ങനെ ചൊല്ലാൻ മനസ്സ് കേക്കില്ല എന്നൊക്കെ പോണ്ടിക്കോ മനസ്സ് കേക്കില്ല മനസ്സ് കേക്കില്ല നോക്ക ഇണ്ട് പള്ളിയുടെ ബാങ്ക് കേൾക്കുമ്പോ ഞാനൊന്ന് പള്ളി പോയി നിസ്കരിച്ചില്ല എന്നെ മനസ്സ് കേക്കില്ല എത്ര പാലക്കാരങ്ങല്ലേ എന്റെ കാരണം മനസ്സ് കേക്കട പോട്ട് മനസ്സേ ഇല്ല ഉള്ള മനസ്സ് കേക്കട പിന്നല്ലേ മനസ്സേ ഇല്ലല്ലേ കാരണം എന്താ ഉള്ള എല്ലാ മനസ്സിടും ദുനിയാവിടെ ഉൾഗ മുക്കി വെച്ചിട്ടായിടല്ലേ അങ്ങനെ ആവോ തീരാ നാ ചൊന്നോണ്ട് വന്നേ മഅറൂഫുൽ കർഖി റളിയല്ലാഹു അൻഹു റോഡിൽ ഇങ്ങനെ പോയോണ്ടിരിക്കുമ്പോ അതാ ഉളു ഇല്ല നിസ്കരിക്കുന്ന ടൈം എന്തോ അല്ല പക്ഷെ ഉളു വേണം എപ്പോ ഉളു വേണല്ലേ ഇൽഞ്ഞിട്ട് കൊലകെ ഇൽഞ്ഞിട്ട് അതാ ഉളു എടുത്തിട്ട് അതാ മേലുമണ്ട് ഉളു എടുക്കുക പോകുമ്പോ മഹാൻ എന്താക്കിത്ത് വന്നിട്ടുണ്ടാ തന്റെ ഡ്രസ്സ് ഞാൻ മാറ്റി വെച്ചിട്ട് മഹാന്റെ കയ്യിൽ എപ്പോഴും ഒരു മുസാഫിക് എവിടെ യാത്രക്ക് പോകുമ്പോഴും കയ്യിൽ ഒരു മുസാഫിക് ആ മുസാഫ് ഒരു പക്കത്തിൽ എടുത്തു വെച്ചിട്ട് അതാ ഡ്രസ് പിന്നെ ഒരു പക്കത്തിൽ എടുത്തു വെച്ചിട്ട് അവിടെ ഒരു പെണ്ണ് വന്നാൽ ഈ കൊറിയ പെണിങ്ങ ഉള്ള ഭയങ്കര കക്കട കിട്ടത് കക്കട ഒരു മങ്ങിൽ തവത്തു ഇനിയിപ്പോ പെണിങ്ങളെ ദൂരെ ആയിരുന്നിട്ട് അതും ക്ലിപ്പാക്കോ പോയിരണ്ട മുഞ്ഞാണ്ട് ഒരു മൂത്തുകു ഒരാൾ ചൊന്തു ഉസ്താദ് തന്റെ പെഞ്ഞ ഈ മങ്ങിൽത്തു പോയി വരുമ്പോ അവളുടെ കാലത്തിലുള്ള മാലയില്ല എന്റെ കാരണം മങ്ങിൽത്തവിടെ ആറമാ കൽത്ര മാല കട്ടോ ഒരു ജീമ ഉള്ള തടിയുടെ കപ്പാട്ടിലെടുത്ത് വെച്ച മാല അല്ല ചൊന്നോണ്ടില്ലേ വിചാരിച്ചോ കപ്പാട്ടിലെടുത്ത് വെച്ച മാലയുടെ കക്കോ വാരിസോളാ അതേ ടൈമിലും ഒരു പെണ്ണുങ്ങളെ കൽത്തിൽ ഇപ്പൊ നണ്ട ഇപ്പൊ ഇതെന്താ ഈ ബാഡ്ജ് നന്റെ കൽത്തിൽ ഒരു ബാഡ്ജ് ഉണ്ട് ഈ ബാഡ്ജ് ഞാൻ എന്തേ ബിസി നിക്കട്ടെ ആറ് വന്ന് മെല്ലെ ഇതെടുത്ത് നക്ക് ഗൊന്താവില്ലേ ഗൊന്താവണ്ടേ നോക്ക എടുത്തു നോക്കട്ടെ അപ്പൊ ഗൊന്താവണ്ട അതേ ടൈമിലും ഇത് പിന്നൊരു പക്കത്തിൽ വെച്ചതുണ്ടായെങ്കിൽ എടുത്തെങ്കിൽ ആരും ഗൊന്താവില്ലേ പക്ഷെ ഇയാൾ ചൊന്തു നന്റെ പെഞ്ഞായി മങ്ങിൽത്ത് പോയി വരുമ്പോ ഉസ്താദെ കൽത്തിലുള്ള മാല കാണില്ല കാലിന്റെ ചെയിനൊക്കെ കാലിന്റെ ചെയിന കച്ചെങ്കിൽ കൊന്താവിട മെല്ലെ ചിത്തപ്പാട്ടി എപ്പോഴും കാലിന്റെ ചെയിന ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണല്ലേ കൽത്ര മാല കക്കടന്നെങ്കിൽ അവൾ കള്ളത്തി വലിയ ബൊമ്പത്തി കള്ളത്തി ആയിട്ടിക്കോ സാമാന്യ കള്ളത്തി ആയി കക്ക വന്നാലേ നല്ല പ്രാക്ടീസ് ഉള്ളേ ദീർഘമായ കാലത്തില് കട്ട ഒരു എക്സ്പീരിയൻസ് അങ്ങനുണ്ടല്ലേ എക്സ്പീരിയൻസിലുള്ളത് എല്ലാത്തിനും വലിയ മഹത്വം
ഒരു പക്കത്തിൽ നല്ല ശമ്പളം കിട്ടണമെങ്കിൽ നിന്റെ ഡിഗ്രി അല്ല അവിടെ നോക്കണേ, ഡിഗ്രി പ്ലസ് എക്സ്പീരിയൻസ്. ഹൗ മെനി ഇയേഴ്സ് എക്സ്പീരിയൻസ് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്? അപ്പൊ ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് അങ്ങനെ ഉണ്ടായെങ്കിൽ എക്സ്പീരിയൻസ് ശമ്പളത്തെ സ്വറ കിട്ടും, നല്ല ശമ്പളത്തെ സ്വറ. ഇനി ഗൾഫിലുണ്ടായെങ്കിൽ ലൈസൻസും ഡ്രൈവിംഗ് ലൈസൻസും കൂടി ഉണ്ടെങ്കിൽ കേൾക്കണ്ട, വേഗം സ്വറ കിട്ടും. അതേ ടൈമിൽ കൊറിയൻ കൊള്ളാറ് കിട്ടിയ എന്തല്ല നിന്റെ സ്വറ, ನಾನು ಸ್ವರಂದ್ರ ಪಡ್ತೀರ ಗಲ್ಫು ಬರ್ತಾ ಕೇಟಂಗಲ್ದೆಲ್ಲ ಸೊಳ್ಳೆ ಗಲ್ಫು ಬರ್ತಾರೆ ಗಲ್ಫು ഒമ്പേരിച്ചിട്ട് അവിടെ പോയ സാർത്ത് അവിടെ കാണ്ട എല്ലാവരും പൈസ കൊടുക്കുക റെഡി ആയിട്ടുള്ളാറ് നണ്ടയിൽ ഞങ്ങൾ ഉസ്താദ് ഷെയ്ഖുന മുഹയ്യിസുന്ന പൊന്മുള ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഉസ്താദ് എപ്പോഴും ചൊല്ലും ഞങ്ങളെ ഈ ക്ലാസ് എടുക്കുമ്പോൾ ഇൽമു പഠിച്ചിട്ട് ലാസ്റ്റ് മൊയിലാരെല്ലാം ആയിട്ട് ഇത് ഉസ്താമാരെല്ലാം ഗൾഫ് പോകണ്ടെങ്കിൽ എതിരെന്തും അല്ല നീ അങ്ങനെ അറിയായിരിക്കണ്ട. അപ്പൊ പിന്നെ പോയിട്ട് പോകണ്ടോ എവിടെ ഞാൻ ഗൾഫ് അപ്പൊ ഉസ്താദ് ഈ ഡിപ്പാർച്ചർ അറൈവൽ രണ്ട് പക്കത്തിലായിട്ട് ഡിപ്പാർച്ചർ വേറെ പക്കത്തിൽ അറൈവൽ വേറെ പക്കത്തിൽ ഡിപ്പാർച്ചർ ചൊന്നെ ഉൾക പോണ്ടത് അറൈവൽ ചൊന്നെ ഇല്ല ഇത് രണ്ട് വേറെ പക്കത്തായതുകൊണ്ടിട്ട് പോണ്ടവണെങ്കിൽ ബണ്ടങ്ങളെ കാണില്ല, പോണ്ടവർക്ക് മാത്രമല്ല ഓം പേരിച്ചർ എല്ലാവരും പോണ്ട വേണ്ട. ഇന്നലത്തെ ഫ്ലൈറ്റിൽ പോയവണ് ചിലപ്പോ നാളത്തെ ഫ്ലൈറ്റിൽ വാപ്പസ് വന്നിട്ടിരിക്കും, അതുകൊണ്ട് കണ്ടില്ലേ. അപ്പൊ ഗൾഫ് പോകണ്ടേ അത്ര വലിയ സുലാബെന്തു അല്ല, ഗൾഫിൽ പോയിട്ട് ഒരു സ്വറ കിട്ടണമെങ്കിൽ അത്ര വലിയ സുലാബെന്തു അല്ല. ചൊന്നോണ്ട് വന്ന വിഷയം മറക്കണ്ട, എക്സ്പീരിയൻസ്. അപ്പൊ ഈ പെണിങ്ങ എത്ര വലിയ കക്കടതില് വലിയ എക്സ്പീരിയൻസ് പെണിങ് ആയിട്ടിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും കൊലകിലിട്ട് ഉളു എടുക്കുമ്പോ വന്നു നോക്കുമ്പോ ഡ്രസ്സും കാണില്ല, മുസാഫും കാണില്ല. മുസാഫ് കക്കണമെങ്കിൽ ಅದರ ಅರ್ಥ എന്തെങ്കിൽ എല്ലാം കിട്ടിയതെല്ലാം കൊമ്പുണ്ടോ എന്തെല്ലാം ഉണ്ടോ എന്തെല്ലാം ഇല്ല പിന്നെ നോക്കണേ, അങ്ങനല്ല കള്ളന്മാരാകണേ. മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു ഈ കല്ലിട്ട് പോയ പെണ്ണയുടെ പെണ്ണയുടെ പോയിട്ട് ആ പെണ്ണടെ വിളിച്ചോണ്ടുണ്ട് നിക്കടിമ്മ ഓടണ്ടടി. പിന്നെ അതാ വിളിച്ചിട്ട് ചൊന്തു പെണ്ണേ അതാ നിക്ക്, നീ തെല്ല് നിക്ക്, നീ കല്ലെടുത്ത വസ്തു നിക്കേ നക്ക് വേണ്ട, നീ നിക്ക്. തന്റെ വാല കേട്ടോണ്ടുള്ള കാജൂറ് മക്കാബട ദർബാറിൽ വെച്ചിട്ട് വാല കേട്ടോണ്ടുള്ള ഈമാനുള്ള ഉമ്മമാരെ, ഈമാനുള്ള പെങ്ങന്മാരെ, ഈ ചരിത്രം ഒന്ന് നിങ്ങളെ മനസ്സിൽ കുത്തിവയ്ക്കണു. ഇന്റെ ദുനിയാവിടെ എത്രമാ വിഷയത്തെ പിറവുല് നിങ്ങൾ ഉള്ളാറ്, നിങ്ങളെ മൊബൈലിൽ നിങ്ങൾ എത്രമാ ടൈം യൂസ് ആക്കിടാറ്, നുപ്പാടനാ ചൊന്ന പോലെ കോളിഗ്രാഫ് ആക്കുക എത്രമാ ടൈം എടുക്കിടാറ്, എത്രമാ നിങ്ങൾ എൽദൊക നോക്കിടാറ്. വേണ്ടാണ്ടല്ല നാ ചൊന്നോട്ടുള്ളൂ, പക്ഷേ കേക്കട്ട ഒരു നാല് നിങ്ങൾ എത്ര ആയത്ത് ഓതിടാറ് ഉമ്മമാരെ, ഒരു നാല് അല്ലാഹുടെ കലാമായ പരിശുദ്ധ ഖുർആൻ, ആ ഖുർആനിലെ ഒരു നാല് എത്ര കടലാസ് നിങ്ങൾ ഓതിട്ട് തീർക്കിടാറ് ഉമ്മമാരെ. മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു ഈ പെണ്ണട ജന്തു നീനവിടെ നിക്ക്, പിന്നെ ജന്തു ഡ്രസ് നീ കൊമ്പോയിക, ഡ്രസ് നക്ക് വേണ്ട നീ കൊമ്പോയിക, നിക്കതാണ് പൊരുത്തപ്പെട്ടിട്ട് തന്നെ. പക്ഷെ നിന്റെ കയ്യിൽ പിടിച്ച മുസാഫിയുടെ ഭാഗ്യ നിക്കുന്നുണ്ടെങ്കിൽ നിന്റെ നക്കതല്ലേ കേക്കൊണ്ടു നിക്ക് ഖുർആൻ ഓതര സ്വഭാവം ഉണ്ടാ. മഅറൂഫുൽ ഖർഖി തങ്ങ ഈ പെണ്ണുങ്ങളെ കേട്ട ഒന്നാമത്തെ പ്രശ്നം എന്തിനെ കൊണ്ടുണ്ട, പെണ്ണേ നിക്ക് ഖുർആൻ ഓതര സ്വഭാവം ഉണ്ടാ. ഈ മജന്തു ಅದರ മുട്ടത്ത് കുന്നാ പോയിട്ടില്ലേ, ഓതര സ്വഭാവ പോട്ടെ ಅದರ മുട്ടത്ത് കുന്നാ പോയിട്ടില്ല, നിങ്ങൾ ഖുർആൻ ഓതര സ്വഭാവം നക്കില്ലേ. രണ്ടാമതായിട്ട് കേട്ടത് പെണ്ണേ നിക്ക് മാപ്പല ഉള്ളാണ്, അതേ മാപ്പല ഉണ്ടു, ആ മാപ്പലക്ക് ഖുർആൻ ഓതര സ്വഭാവം ഉണ്ടാ. അപ്പ മഅറൂഫുൽ ഖർഖി തങ്ങളോട്ടെ ഈ പെണ്ണുങ്ങ ജന്തു ഇല്ലേ. മൂന്നാമതായിട്ട് കേക്കിട നിക്ക് മോണുള്ളാണ്, ഈ പെണ്ണുങ്ങളൊട്ടെ മഅറൂഫുൽ ഖർഖി തങ്ങ കേക്കിട മൂന്നാമതായിട്ട് നിക്ക് മോണുള്ളാണ്. ആ പെണ്ണുങ്ങ ജന്തു ലാലാ നക്ക് നന്റെ മോണുമില്ല. അല്ല ആ മോണ് ഖുർആൻ ഓതറാണ്, മോണുണ്ടു ഖുർആൻ ഓതറാണ്.
ഇല്ല, ഖുർആൻ ഓതില്ല. അങ്ങനെ ഉണ്ടായെങ്കിൽ ദമ്മായ ദക്കായ ഈ മുസാഫ് നീനൊന്ന് വാപ്പാസതാ. എന്തേ കാരണം? ഈ മുസാഫ് നീ കട്ടിട്ട് കൊമ്പോയിട്ട് നിന്റെ ഔത്തുലെടുത്ത് വെച്ചെങ്കിൽ ഈ മുസാഫ് പട്നിയായി പോണ്ടില്ലേ പെണ്ണേ. നിക്ക് ഖുർആനോദര സ്വഭാവം ഇല്ല, നിന്റെ മാപ്പിളകും ഖുർആനോദര സ്വഭാവം ഇല്ല, നിന്റെ മോണകും ഖുർആനോദര സ്വഭാവം ഇല്ല. നിന്റെ മുസാഫ് എടുത്തിട്ട് നീ നിന്റെ ഔത്തുലകം പോയിട്ട് ഓതാണ്ട് നിന്റെ ഷോക്കേസിൽ അടിച്ചു വെച്ചെങ്കിൽ ആ മുസാഫ് പട്ടിണിയായതിന്റെ പേരില് നാല് റബ്ബുടെ കോർട്ടിൽ ഉത്തര ചൊല്ലണായത് നാണല്ലേ.